കറൻ്റ് നമ്മളിപ്പോൾ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി ട്രേഡ് എടുത്തപ്പോൾ ഇട്ടിരുന്നു. ഞാൻ ട്രേഡ് എൻ്റർ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12:40 ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പം അത് 45.30 താഴെ ക്ലോസ് ചെയ്തപ്പോഴാണ് ട്രേഡ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ലഭിച്ചത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്രൈസ് ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങ് താഴേക്ക് പോകുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിപ്പോൾ ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടി, നമുക്കിപ്പോൾ റിസ്ക് കുറയ്ക്കണം. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നത് 45.31 ഞാനത് റിസ്ക് കുറച്ചുകൂടെ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഞാനതൊരു 305 വെക്കാൻ പോവാം. 30.5 വെക്കാൻ പോവാം സ്റ്റോപ്പ് ലോസ്. 305 റിസ്ക് ഇച്ചിരി കുറച്ചിട്ടുണ്ട്. ഇത് ഇവിടുന്ന് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസും ഹൈ ആണ്. സോ അതുകൊണ്ട് റിസ്ക് കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് റിസ്ക് ഇച്ചിരി കുറച്ച് പ്രൈസ് ഇവിടുന്ന് റിജക്റ്റ് ആയി കഴിഞ്ഞ് റിജക്റ്റായി പ്രൈസ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രൈസ് മുകളിലേക്ക് പോകും. വീണ്ടും മുകളിലേക്ക് അറ്റ്ലീസ്റ്റ് ഇവിടം വരെയെങ്കിലും പ്രൈസ് വരും. ഇവിടുന്ന് റിജക്റ്റ് ചെയ്ത് ഇവിടുന്ന് മുകളിലേക്ക് ഈ 45.30 മുകളിലേക്ക് പ്രൈസ് ഇവിടുന്ന് ഇനി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മുകളിലേക്ക് വീണ്ടും 45.40 പോകും. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് 45.30 മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ട്രേഡ് വാലിഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് തൊട്ട് മുകളിൽ ഇവിടെ വെച്ചത്. ഇത് താഴേക്ക് പോകാനാണെങ്കിൽ പ്രൈസ് താഴേക്ക് പോകാനാണെങ്കിൽ ഈ റിജക്ഷൻ ഇവിടെ നിന്നുള്ള ഈ ക്യാൻഡിലിൻ്റെ ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഈ വിക്ക് ക്രോസ് ചെയ്ത് പോകണം. അതിനാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഈ ക്യാൻഡിൽ ക്ലോസ് ആകാൻ ഈ അവർലി ക്യാൻഡിലും അതായത് ഈ 5 മിനിറ്റ് ക്യാൻഡിലും ക്ലോസ് ചെയ്യാൻ 2 മിനിറ്റ് കൂടെ ഉണ്ട്. ഈ ക്യാൻഡിൽ ഇത് ബെയറിഷ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്യണം. ഈ ക്യാൻഡിൽ റിവേഴ്സ് ചെയ്ത് ബുള്ളിഷ് ആയിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ് സൈൻ. ഈ ക്യാൻഡിനുള്ളിൽ തന്നെ ഈ പ്രൈസ് ഇവിടുന്ന് ഇത് ബ്രേക്ക് ഡൗൺ കൺഫേം ചെയ്ത് താഴെ ക്ലോസ് ചെയ്യണം. ഇനിയിപ്പോൾ 1 മിനിറ്റ് കൂടെ ഉണ്ട്. സ്മോൾ റിജക്ഷനാണ് കാണിക്കുന്നത്. നോക്കാം. വെയിറ്റ് ചെയ്യാന്നുള്ളേ ഉള്ളൂ, വേറെ ഒന്നും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലോസും ചെയ്തുകൊണ്ട് അവർലി ക്യാൻഡിൽ നമുക്ക് ബെയറിഷായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഞാനത് റിസ്ക് വീണ്ടും കുറയ്ക്കാൻ പോകാം കേട്ടോ. റിസ്ക് കുറയ്ക്കണം ഇച്ചിരി കൂടെ. അത് കാരണം ഇനി പ്രൈസ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് മുകളിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് റിസ്ക് കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ റിസ്ക് കുറയ്ക്കുക, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പ്രോഫിറ്റ് എത്രത്തോളം പോകുന്നൊന്നും നമുക്കറിയത്തില്ല. സോ റിസ്ക് കുറച്ചേക്കുക. ഇപ്പം എനിക്കത് ബ്രേക്ക് ഈവനിൽ വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ റിസ്ക് ഇച്ചിരി കുറച്ചുകൂടെ കുറച്ച് നമ്മുടെ എക്സ്പോഷർ ഇച്ചിരി കുറച്ചിട്ടുണ്ട്. എക്സ്പോഷർ ഞാനിപ്പം ഒരു $2 എക്സ്പോഷർ ആദ്യത്തെ ഉള്ളതിൽ നിന്നും ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്ത് കേട്ടോ. അത് റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് ഈ ലോസ് സംഭവിച്ചത് ഏകദേശം $17 ലോസ് സംഭവിച്ചു റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട്. ഓക്കെ, അങ്ങനെയാണ് ട്രേഡിങ്, പറഞ്ഞിട്ട് കാര്യമില്ല. റിജക്ഷൻ സംഭവിച്ചു, ഇവിടുന്ന് ഈ അവറിൽ വീണ്ടും മേളിലേക്ക് പോയി. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്.